നമ്മുടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജയറാം രമേശിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. മോദി ട്രംപിന് കീഴടങ്ങി. ട്രംപാണ് വ്യാപാര കരാർ പ്രഖ്യാപിച്ചത്. ഇതേ ജയറാം രമേശ് നേരത്തെ ഇന്ത്യ US വ്യാപാര കരാർ നടക്കാതായ സമയത്ത് പറഞ്ഞത് അത് മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയമാണ്. മോദി സർക്കാർ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ നയതന്ത്ര വീഴ്ച വരുത്തിയത് കൊണ്ടാണ് കരാർ നടക്കാതെ പോയത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നടന്നാ പറയും അമേരിക്കയ്ക്കും ട്രംപിനും കീഴ്പ്പെട്ടു, നടന്നില്ലെങ്കിൽ പറയും നയതന്ത്ര പരാജയം. ഇനി എന്താണ് യാഥാർത്ഥ്യം? അതായത് അമേരിക്ക നേരത്തെ ഇന്ത്യയുടെ മേൽ ചുമത്തിയിരുന്നത് 50% നികുതിയാണ്. ഈ 50% നികുതി ഇപ്പോ 18% കുറച്ചുവെന്ന് പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് ട്രംപ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഫോർമലായിട്ട് അതേ സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്വരത്തിലും ബഹുമാനത്തോടു കൂടിയും തന്നെയാണ് ട്രംപ് ആ ഒരു പോസ്റ്റ് ഇട്ടത്. അത് എല്ലാവരും ഇതിനോടകം കണ്ടു. അപ്പൊ ഇവിടെ 18% ഇന്ത്യയുടെ നികുതി അമേരിക്ക കുറയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ജപ്പാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും നികുതി കുറവുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അതായത് പാകിസ്ഥാന് മേൽ 19% നികുതി, ബംഗ്ലാദേശിന്റെ മേൽ 20% നികുതി, ചൈനയുടെ മേൽ 36-37% നികുതി, കംബോഡിയയുടെ മേലും അതുപോലെ 20-22% നികുതി. അതായത് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലും 20, 19, 21, 30 ഒക്കെ ശതമാനം നികുതിയും ഇന്ത്യയുടെ മേൽ മാത്രം 18% നികുതിയുമാണ്. അപ്പൊ ഇവിടെ ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും കുറവ് നികുതിയാണ് ഇന്ത്യയുടെ മേൽ നിലവിൽ താരിഫായിട്ടുള്ളത്. ഏറ്റവും കുറവ് അമേരിക്ക നികുതി ചുമത്തിയിരിക്കുന്നത്, ബേസ് താരിഫ് ചുമത്തിയിരിക്കുന്നത് നമ്മുടെ ബ്രിട്ടന് മേലാണ്, 10% നികുതി. കാരണം ബ്രിട്ടനും US തമ്മിൽ അത്രയും നല്ല റിലേഷൻ ഉണ്ട്. യൂറോപ്പുമായിട്ട് 15% നികുതിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. 15% യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് വരുന്നത്. അതേസമയത്ത് ജപ്പാനും ഈ 15% വരിക. ഇന്ത്യയുടെ കേസിൽ 18% വരുന്നുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജപ്പാനും അല്ലെങ്കിൽ യൂറോപ്പും ഒന്നും അമേരിക്കൻ പ്രൊഡക്റ്റുകളുടെ മേലിൽ വലിയ താരിഫൊന്നും വെച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യ ഇപ്പോഴും നിരവധി മേഖലയിൽ അമേരിക്കൻ പ്രൊഡക്റ്റുകളുടെ മേൽ താരിഫ് ചുമത്തിയിട്ടുണ്ട്. നമ്മുടെ കാർഷിക മേഖലയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോഴും ഇന്ത്യ എൻട്രി കൊടുത്തിട്ടില്ല. ഇന്ത്യയുടെ ഡിമാൻഡുകൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഞാൻ ഇന്നലെ കണ്ട കുറച്ച് കമന്റ്സ് ആണ്. അതായത് ഈ എപ്സ്റ്റൈൻ ഫയല് ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോദി ട്രംപിനെ വിളിച്ചിട്ട് ഡീൽ എഗ്രി ചെയ്തു എന്നാണ് കുറെ വിവരദോഷികളായിട്ടുള്ള മനുഷ്യന്മാർ കമന്റ് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ എപ്സ്റ്റൈൻ ഫയൽ കൊണ്ട് ഏറ്റവും ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ട്രംപാണ്. കാരണം ട്രംപിനെതിരെയാണ് ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് ഉള്ളത്. ഈ നമ്മുടെ ജെഫ്രിയുടെ ക്ലയൻസിൽ ഒരാളാണ് ട്രംപ് എന്ന പേരിലൊക്കെയാണ് ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നത്. അപ്പൊ ഈ ഫയൽ കാരണം ട്രംപാണ് ഏറ്റവും ബുദ്ധിമുട്ടിയിരിക്കുന്നത്. ആ സമയത്ത് മോദി വിളിച്ച് ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ്, അതായത് എന്റെ പേരൊന്നും ഇനി പുറത്ത് കൂടുതൽ വരരുത്, ഞാൻ എഗ്രി ചെയ്യാൻ കേട്ടോ എന്ന് അങ്ങോട്ട് മോദി വിളിച്ച് പറഞ്ഞിട്ട് സൈൻ ചെയ്തു ഇത്രേ. സ്വന്തം പേര് വരുന്നത് തടയാൻ പറ്റുന്നില്ല പ്രസിഡന്റ് ട്രംപിന്. അപ്പോഴാണ് മോദി വിളിച്ച് ട്രംപിനോട് പറഞ്ഞു പോലും. എന്തൊക്കെയാണ് ഓരോരുത്തരും പടച്ചു വിടുന്നത്. ശരിക്കും എപ്സ്റ്റൈൻ ഫയലിൽ ആകെ മോദിയുടെ പേര് വന്നിരിക്കുന്നത് ഈ പറയുന്ന ഇസ്രായേലിലേക്ക് പോയത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ്, അത് വർക്കായിട്ടുണ്ട് എന്ന് ഈ ജെഫ്രി ആർക്കോ അയച്ചൊരു മെയില്. അത് ഇന്ത്യയുടെ യാതൊരു അറിവുള്ള കാര്യമല്ല. അയാൾ ആരെടുത്തോ ഞാൻ വലിയ സംഭവമാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞിട്ടാണ് മോദി ഇസ്രായേലിൽ പോയതെന്ന് മേനി നടിച്ച് ആരോടോ പറഞ്ഞ് അയച്ചൊരു മെയിൽ. ഏതൊരു പൂച്ചക്കുഞ്ഞിനും ഇതുപോലത്തെ മെയിൽ അയക്കാം, ആർക്കും വേണമെങ്കിലും അയക്കാം. അങ്ങനെ ഒരു ക്രിമിനൽ അയച്ചൊരു മെയിലാണ്. ആ മെയിലിൽ വേറെ ഒരു അലിഗേഷൻസും മോദിക്കെതിരെ ഇല്ല. എന്നിട്ടും കുറെ ആളുകൾ ഇതിനൊക്കെ വളച്ചൊടിക്കുകയാണ്. ഞാൻ അതാ പറഞ്ഞത്, ശരിക്കും ഇന്ത്യ എന്ത് ചെയ്താലും അതിൽ കുറെ കുറ്റം കണ്ടുപിടിക്കും. ഇവിടെ ഇന്ത്യയുടെ ഡിമാൻഡ് US അംഗീകരിക്കുക മാത്രമല്ല ചെയ്തത്, ഏഷ്യയിൽ തന്നെ ഏറ്റവും കുറവ് നികുതിയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുക കൂടിയാണ്. എന്ന് വെച്ചാൽ 18% ഉള്ളൂ ഇന്ത്യയുടെ മേൽ, 25% ഇല്ല, 20% ഇല്ല. ചൈനയുടെ പകുതി നികുതി മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനും ബംഗ്ലാദേശിനും പോലും നമ്മുടേക്കാൾ നികുതി ഇപ്പോൾ ഉണ്ട്. ആ നിലയ്ക്കാണ് ഒരു കരാർ ഇപ്പോൾ വരാൻ പോകുന്നതെന്നാണ് ഇന്നലെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഇത് ഇന്ത്യയുടെ വലിയ വിജയമാണ്. ഇനി കുറെ ആളുകൾ പറയുന്നുണ്ട് ഇന്ത്യ റഷ്യയെ ചതിച്ചു, അയ്യോ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇനി ഓയിൽ വാങ്ങില്ല എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇവിടെ ചതിയോ അല്ലെങ്കിൽ ഇവിടെ വിശ്വാസവഞ്ചനയുടെ ഒന്നും കാര്യമേ ഉദിക്കുന്നില്ല. ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാനും അല്ലെങ്കിൽ വിശദീകരിക്കാനും കഴിയാത്തൊരു പ്രതിഭാസമാണ് ആ സംഭവം. അവിടെ നമുക്ക് ഇങ്ങനെ ഒന്നും, നമുക്ക് ഈ പറയുന്ന ഇമോഷൻസിനോ അല്ലെങ്കിൽ വൈകാരികതയ്ക്കൊന്നും ഒരു റോളും അവിടെ ഇല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇന്ന് ചൈന സൈനികമായി ശക്തമാവുന്നതിന്റെ ഏക കാരണം റഷ്യയാണ്. ചൈനയ്ക്ക് സകല ടെക്നോളജികളും കൊടുത്തത് റഷ്യയാണ്. ചൈനയ്ക്ക് S-400 ഇന്ത്യക്ക് കൊടുക്കുന്നതിന് മുന്നേ കൊടുത്ത രാജ്യമാണ് റഷ്യ. ചൈനീസ് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ റഷ്യൻ നിർമ്മിതമാണ്. ചൈനയുടെ ലോങ് റേഞ്ച് മിസൈലുകൾ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ ടെക്നോളജി റഷ്യ കൊടുത്തതാണ്. ചൈനയെ സൈനികമായി ശക്തമാക്കുന്നതിൽ ടെക്നോളജി പരമായിട്ട് കൈപിടിച്ചുയർത്തിയതടക്കം റഷ്യയാണ് ചെയ്തത്.
അപ്പൊ ആ റഷ്യ തന്നെയാണ് ഇന്ത്യക്കും ആയുധങ്ങൾ തരുന്നത്. അപ്പൊ നമ്മളും പറയണ്ടേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആയുധം തരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ചൈനയ്ക്ക് എന്തെല്ലാം ആയുധങ്ങൾ റഷ്യ കൊടുത്തു, അത് നമ്മളോട് കാണിച്ച ചതിയാണ് എന്ന് നമ്മൾ പറയണ്ടേ? അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓരോ രാജ്യങ്ങൾക്കും ആ രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം. റഷ്യക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു വൻ ശക്തിക്കെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ കഴിയില്ല. കാരണം എക്കണോമിക്കലി വളരെ ദുർബലമാണ് റഷ്യ. അവിടെ ചൈനയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അവർക്ക് വളരെ പ്രധാനമാണ്. അവരുടെ രാജ്യ താല്പര്യങ്ങൾക്ക് അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അവർ ചൈനയുമായിട്ട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷനും റഷ്യക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇന്ത്യയുമായിട്ടും അവർ സഹകരിക്കുന്നു. അത് തന്നെയുള്ളൂ ഇവിടെയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് അമേരിക്ക. ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും രണ്ട് ഘടകങ്ങൾ പ്രധാനമാണ്. സുരക്ഷയ്ക്ക് തീർച്ചയായിട്ടും ശക്തമായ ഒരു മിലിറ്ററി നമുക്ക് ആവശ്യമാണ്, ഒരു ശക്തമായ ആയുധങ്ങൾ നമുക്ക് ആവശ്യമാണ്, പ്രതിരോധ മേഖല വളരെ പവർഫുൾ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. രണ്ട്, നമ്മുടെ എക്കണോമി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു പവർഫുൾ രാജ്യമായിട്ട് മാറൂ. ഇത് രണ്ടും നമുക്ക് റഷ്യയിൽ നിന്നും യുഎസിൽ നിന്നുമാണ് കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ സൈനിക ശക്തിയുടെ കാര്യം എടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ്. അപ്പൊ നമ്മുടെ ഡിഫൻസിന്റെ കാര്യത്തിൽ, നമ്മുടെ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ നമുക്ക് റഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ്. അതേസമയം നമ്മളും റഷ്യയും തമ്മിലുള്ള വ്യാപാരം എടുത്തു നോക്കൂ. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് റഷ്യ വാങ്ങുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് റഷ്യയാണ്, ഇന്ത്യ അല്ല. എന്നാൽ ഇന്ത്യ അമേരിക്ക വ്യാപാരം എടുത്തു നോക്കൂ. ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടുന്നത് ഇന്ത്യക്കാണ്, അമേരിക്കയ്ക്കല്ല. എന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ അങ്ങോട്ട് അവരുടെ വിപണിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് അവർ വാങ്ങുന്നുണ്ട്. സോ ഒരു ബിസിനസ് മൈൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കസ്റ്റമറാണ് US. നമ്മുടെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ കസ്റ്റമറാണ്. അവിടെ നമുക്ക് US ആവശ്യമാണ്. ഫ്യൂച്ചറിലായാലും ഒരു ബിസിനസ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ US വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്ക ഇന്ത്യയുടെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല, ഇന്ത്യക്ക് തരം കിട്ടുമ്പോഴൊക്കെ പണി തരുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും US ബന്ധം നമുക്കും ആവശ്യമാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. അപ്പൊ അവിടെ നമ്മൾ US പിണക്കുന്നതെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതാണോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരമാണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് പോലെ തന്നെ പ്രധാനമാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം. ഇനിയിപ്പോ കുറച്ചു നാള് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നമ്മൾ നിർത്തി എന്ന് കരുതുക. അങ്ങനെ നിർത്താൻ തയ്യാറായാൽ US നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡ് ഡീൽ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ്? 18% നികുതി, ഏഷ്യയിലെ ഏറ്റവും കുറവ് നികുതിയുള്ള ഒരു വ്യാപാര കരാറ്. അതിലൂടെ നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൂടെ? അതായത് ഇനിയുള്ള ഒരു കാലത്തും വാങ്ങില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഇതെല്ലാം തന്ത്രപരമായ രാജ്യങ്ങളുടെ നിലപാടാണ്. മാത്രമല്ല ഇവിടെ ട്രംപ് ക്ലെയിം ചെയ്തിട്ടേ ഉള്ളൂ, ഇന്ത്യ പറഞ്ഞിട്ടില്ല നമ്മൾ വാങ്ങില്ല എന്നുള്ളത്. ട്രംപ് അയാളുടെ രാജ്യത്തെ ജനങ്ങളെ അയാൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അയാൾ പറഞ്ഞ കാര്യങ്ങളാണ്. അയാൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഇന്ത്യ കാരണമാണ് അവിടെ യുദ്ധം നടക്കുന്നത്, ഇന്ത്യയാണ് റഷ്യക്ക് ഫണ്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ തട്ടിവിട്ടതാണ്. അപ്പൊ അയാൾക്ക് സ്വന്തം അണികളെ പിടിച്ചു നിർത്താൻ ചിലപ്പോൾ പലതും പറയേണ്ടി വരും. ഇന്ത്യ ഗവൺമെന്റ് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന്. അപ്പൊ ഇതൊക്കെ ഒരു സൈഡിൽ കൂടി അങ്ങ് നടക്കും. ഇതൊക്കെ മറ്റുള്ളവരുടെ കണ്ണി പൊടിയിടാനായിട്ട് ട്രംപ് കാണിക്കുന്ന കുറെ ഗിമ്മിക്കുകൾ മാത്രമാണ്. പിന്നെ വെനസ്വേലൻ എണ്ണ നമുക്ക് വില കുറച്ച് കിട്ടിയ വെനസ്വേലയിൽ നിന്നല്ല അമേരിക്കയുടെ അടുത്ത് നമ്മൾ എണ്ണ വാങ്ങും. ഇന്ത്യയുടെ പോളിസി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ കിട്ടിയാൽ നമ്മൾ വാങ്ങിക്കും. ഇപ്പൊ റഷ്യയുടെ അടുത്ത് നിന്ന് നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങിയത് റഷ്യ അങ്ങ് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടൊന്നുമല്ല. റഷ്യ വേറെ ഏത് രാജ്യം തരുന്നതിനേക്കാളും വില കുറച്ച് എണ്ണ തന്നതുകൊണ്ടാണ്. നാളെ റഷ്യ തരുന്നതിനേക്കാൾ എണ്ണ വില കുറച്ച് അമേരിക്കയോ വെനസ്വേലയോ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈ നീട്ടി വാങ്ങും. നമ്മുടെ രാജ്യ താല്പര്യമാണ് പ്രധാനം. ഇത് റഷ്യയ്ക്കും അറിയാം. റഷ്യ എന്തിനാണ്, വ്ളാഡിമിർ പുടിൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇന്ത്യയെ ലോകത്തെ സൂപ്പർ പവർ ആക്കാനാണോ? റഷ്യ ശ്രമിക്കുന്നത്, പുടിൻ ശ്രമിക്കുന്നത് റഷ്യയെ പവർഫുൾ ആക്കാനും പവർഫുൾ ആക്കി നിലനിർത്താനുമാണ്, അല്ലാതെ ഇന്ത്യയെ സൂപ്പർ പവർ ആക്കാനല്ല. പക്ഷേ റഷ്യ ഇന്ത്യയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയും ഒരു പക്ഷേ അമേരിക്കയെക്കാൾ വലിയ പ്രാധാന്യം റഷ്യക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് US റിലേഷൻ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ധനമുള്ള ഒരു കസ്റ്റമറാണ് നിലവിൽ അമേരിക്ക. അപ്പൊ ഇന്ത്യക്ക് നിലവിൽ സത്യം പറഞ്ഞാൽ വളരെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഡീലാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമുക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ ഉണ്ടാക്കാൻ പറ്റിയത്. അടുത്ത് നമ്മൾ US ഒരു വ്യാപാര കരാർ ഒപ്പിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ എക്കണോമിക്ക് നൽകുന്ന ഒരു ബെനിഫിറ്റ് എത്രയാണെന്ന് അറിയാത്തവരാണ് ശരിക്കും ഇതിനെയൊക്കെ വിമർശിക്കുന്നത്. അതായത് ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന്. എങ്ങനെയാണ് അത് പറയാൻ പറ്റുക? ഇവിടെ അമേരിക്കയുടെ കയ്യിൽ എന്താണുള്ളത്? പൈസയുണ്ട്, നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ട്.
അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു കസ്റ്റമറാണ്. ഇപ്പൊ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണെങ്കിൽ പോലും സ്ഥിരം വന്ന് 10,000 രൂപയുടെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ, ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ മുതലാളി ഇനിയിപ്പോൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തൊഴുത് വരൂ സാർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അതിന്റെ അർത്ഥം മുതലാളി ആ വരുന്ന കസ്റ്റമറുടെ മുമ്പിൽ അങ്ങ് താണു കേണ് പോയെന്നുള്ളതല്ല. അവിടെ അയാൾ ഏറ്റവും വലിയ കസ്റ്റമറാണ്. ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ കസ്റ്റമറാണ്. അവിടെ അമേരിക്കയുമായിട്ട് നമ്മളൊരു ചർച്ച നടത്തുകയാണ്. ഒരു നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് US കുറെ ഡിമാൻഡുകൾ വെക്കും, നമ്മൾ കുറെ ഡിമാൻഡുകൾ വെക്കും. അവിടെ കുറച്ച് US വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, നമ്മളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ഫൈനലായിട്ടൊരു ബെസ്റ്റ് ഡീല് നമ്മൾ റെഡിയാക്കി എടുക്കും. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ US ഡബിൾ സ്റ്റാൻഡിനെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടോ US തരം കിട്ടിയാൽ പണിയുമെന്ന് അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഇതെല്ലാം ഇന്ത്യക്കും അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് ഭരിക്കുന്നവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും. സോ അവരിതെല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അല്ലാതെ നമ്മൾ US ട്രേഡ് ഡീല് ചെയ്യുമ്പോൾ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കി എന്ന് പറയണമെങ്കിൽ ഇത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ പ്രസിഡന്റ് ട്രംപ് പറയാണ് 2 ആഴ്ചത്തെ ടൈം ഞാൻ തന്നിട്ടുണ്ട്, മോദി എന്നെ വിളിച്ചാൽ നമുക്ക് ട്രേഡ് ഡീല് ചെയ്യാം എന്ന് ട്രംപ് പറഞ്ഞല്ലോ. ആ സമയത്ത് നരേന്ദ്രമോദി വിളിച്ചു പറയാണ് ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ മുട്ടുമടക്കലാണ്. കാരണം ട്രംപാണ് തീരുമാനിച്ചത്, ട്രംപിന്റെ ഡിസിഷനാണ്. അതിന് മോദി വഴങ്ങി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആ സമയത്ത് മോദി വിളിച്ചില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ അമേരിക്ക താരിഫ് ചുമത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മറ്റു വഴികൾ തേടുകയാണ് ചെയ്തത്. നമുക്ക് അമേരിക്കയെ പിണക്കാൻ ഒരു ഉദ്ദേശവുമില്ല. ഇത് പലരും ഇതിനെ കാണുന്നത് വൈകാരികമായിട്ടാണ്, വിവേകത്തോടെയല്ല. വൈകാരികമായിട്ട് കണ്ടാൽ എന്ത് പറ്റും? ഇറാന് സംഭവിച്ചത് പറ്റും. എന്ത് പറ്റും? മറ്റേ നമ്മുടെ മുൻപ് ഇറാഖിന് സംഭവിച്ചത് പറ്റും, റഷ്യക്ക് സംഭവിച്ചത് പറ്റും, ലിബിയയ്ക്ക് സംഭവിച്ചത് പറ്റും, ഉത്തര കൊറിയയ്ക്കും ക്യൂബയ്ക്കും വെനസ്വേലയ്ക്കും ഒക്കെ സംഭവിച്ചത് പറ്റും. എന്താണ് ഈ രാജ്യങ്ങൾക്കെല്ലാം പറ്റിയത്? ആ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മാറിയതോ അല്ലെങ്കിൽ അതൊന്നുമല്ല ഞാൻ പറയുന്നത്, എക്കണോമിക്കലി തകർന്നു പോകും. ഇപ്പൊ റഷ്യ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ്, സാമ്പത്തികമായിട്ട് എന്തുമാത്രം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയിലേക്ക് പോകും. നമുക്കതല്ല വേണ്ടത്. നമുക്ക് സ്വതന്ത്രമായ ഒരു എക്കണോമിക് പവറായിട്ട് ഒരു വലിയ ശക്തിയായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായി തന്നെയാണ് നിൽക്കേണ്ടത്. ഇവിടെ അമേരിക്ക ഇന്ത്യയേക്കാൾ പവർഫുൾ അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചൈനയേക്കാൾ പവർഫുള്ളാണ്, റഷ്യയേക്കാൾ പവർഫുള്ളാണ്, ഇന്ത്യയെക്കാളും പവർഫുള്ളാണ് അമേരിക്ക. സൈനികമായും സാമ്പത്തികമായും ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയെ ശത്രുവാക്കുന്നതാണോ നമ്മുടെ രാജ്യത്തിന് നല്ലത്? ആ അമേരിക്കയുമായിട്ടൊരു രമ്യതയിൽ പോകുന്നതാണോ നല്ലത്? എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാഭിമാനം പണയം വയ്ക്കാതെ അമേരിക്കയുമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഒരു വികസ്വര രാഷ്ട്രമായ നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ നല്ലത്. ഇവിടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടല്ല ഈ ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നത്. ഇവിടെ ഇന്ത്യയുടെ നിലപാടുകളിൽ നിന്ന് ഇന്ത്യ ഒരല്പം പോലും മാറിയിട്ടില്ല. അമേരിക്ക തയ്യാറാവുകയാണ് ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ ചെയ്യാൻ. പകരം അമേരിക്ക എന്തെങ്കിലും ഡിമാൻഡ് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇന്ത്യ ഇനി പിന്നീട് പറയുകയാണെങ്കിൽ നമുക്കറിയാം. വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണം എന്നതാണ് ട്രംപിന്റെ ഒരു ഡിമാൻഡ് എങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യ അതിന് തയ്യാറാവണം. അതൊരു താൽക്കാലിക കാര്യം മാത്രമാണ്. ട്രംപ് 1-2 വർഷം ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നില്ല. റഷ്യ യുക്രൈൻ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ഡിമാൻഡിന് പ്രസക്തിയില്ല. തൽക്കാലത്തേക്ക് ഇപ്പൊ ട്രംപ് പറയാണ് നിങ്ങളൊന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കും എങ്കിൽ ഞങ്ങൾ 18% ഒരു ഡീലിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്ത്യ പറ്റുമെങ്കിൽ ചെയ്യണം അത്. കാരണം റഷ്യയുമായിട്ട് വേറെയും പല ഡീലുകളും നമുക്കുണ്ട്. താൽക്കാലികമായിട്ടൊരു കാര്യം ചെയ്താൽ വലിയൊരു അച്ചീവ്മെന്റ് ആണ് അതിലൂടെ ഉണ്ടാവുന്നത്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് അതുപോലും ചെയ്തോ എന്ന് സംശയമാണ്. കാരണം ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നോ കുറയ്ക്കുമെന്നോ. ഇത് ട്രംപാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അണികളെ കയ്യിലെടുക്കാൻ വേണ്ടി. മോദിയുടെ ട്വീറ്റ് എന്തായിരുന്നു? ഞങ്ങൾ അമേരിക്കയുമായിട്ട് സംസാരിച്ചു, ട്രംപുമായിട്ട് സംസാരിച്ചു, 18% നികുതി കുറയ്ക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് മോദിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ കാര്യം വളരെ ക്ലിയർ ആണ്. ഇവിടെ ഇന്ത്യയുമായിട്ട് അമേരിക്ക രമ്യതയിൽ എത്തിയിരിക്കുന്നു. അല്ലാതെ പലരും പറയുന്നത് പോലെ മുട്ടുമടക്കുന്നതാണെങ്കിൽ ഇതിന് മുന്നേ ആയിക്കൂടെ എന്നതാണ് ചോദ്യം. ഇപ്പൊ അമേരിക്ക പറയുന്നതിനെല്ലാം സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കാലം ഈ വ്യാപാര കരാർ നീണ്ടുപോകേണ്ട കാര്യമുണ്ടോ? എപ്സ്റ്റൈൻ ഫയലിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം മോദിയെ കുറിച്ച് ഒരു പരാമർശമുള്ളത് ഒരു ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ട്രംപിനെ കുറിച്ച് വന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. സ്വന്തം പേര് തടയാൻ പറ്റാത്ത ട്രംപ് മോദിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോദി പറഞ്ഞ അനുസരിച്ച് എഗ്രിമെന്റ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അനാവശ്യമായിട്ട് എന്ത് നല്ലത് നടന്നാലും അതിനെ വളച്ചൊടിക്കുക. ഇപ്പൊ ഇന്ത്യ യൂറോപ്പ് കരാർ നടന്നപ്പോൾ പോലും അത് ഇന്ത്യക്ക് നഷ്ടമാണെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ നാട്ടിലില്ലേ? അപ്പൊ അത് അവരുടെ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. നിഷ്പക്ഷരായിട്ടുള്ള ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ. കാരണം ട്രംപ് നിലപാടില്ലാത്ത മനുഷ്യനാണ്, അയാൾ എപ്പോൾ വേണമെങ്കിലും മലക്കം പറയാം. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യ US ഒരു ട്രേഡ് ഡീൽ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.